എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ദേവമാത കൊരട്ടി ദേവമാത ഹോസ്പിറ്റലിൻ്റെ പിറകുവശം, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ കൊരട്ടിക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, അഷ്റഫിൻ്റെ പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു പറമ്പുണ്ട്. ആ പറമ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു വീടിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പറമ്പ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കാണുന്ന പോലെ ഈ പറമ്പിൽ ജോയ് എന്ന് പറയുന്നൊരു ചേട്ടൻ അതിൻ്റെ പിറകുവശത്ത് മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ഈ പുലിയെ കണ്ടു. പുലി എന്തോ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥ ആൾ ഓടി ഒച്ചയൊക്കെ വിളിച്ച് പോകുന്നു. ഇവിടെ നാട്ടുകാരെ അറിയിച്ചു. RRT ടീം ഫുൾ സജ്ജമാണ്. RRT ടീം ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരറിയിച്ചു. അവർ വന്ന് ഈ സമയം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറമ്പിൽ നല്ല അടിക്കാടാണ്. ഇപ്പോൾ രാത്രി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് നാളെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ തന്നെ കാലത്ത് തന്നെ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫുൾ നാട്ടുകാരും RRT ടീമുകളൊക്കെ വളരെ റെഡി ആയിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും കൊരട്ടിയിലെ പുലിപ്പേടി അങ്ങനെ പുലിപ്പേടിയായിട്ട് തന്നെ നിൽക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ PC ബിജുവേട്ടൻ അടക്കം വർഗീസ് പൈപ്പിളി അടക്കം ഇവിടുത്തെ മെമ്പർമാർ ഉൾപ്പെടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനീഷ് സബാസ് ഉൾപ്പെടെ ആളുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടുകാരെല്ലാം വളരെ സജ്ജമാണ്. ഏത് കാര്യത്തിനും വിളിച്ചാൽ അപ്പോൾ തന്നെ ഓടിയെത്താൻ കൊരട്ടിയിലൊരു സംഘം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്തായിരുന്നാലും പരിഭ്രാന്തി പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സൂക്ഷിക്കുക. കാലത്തും അതുപോലെ തന്നെ അതിരാവിലെയും രാത്രിയൊക്കെ നടക്കുന്നവരും പള്ളിയിൽ പോകുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പോൾ അഷ്റഫിന്റെ പറമ്പ് എന്ന് പറയുന്ന പറമ്പിന്റെ മുന്നിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നന്ദി, നമസ്കാരം. ഞാനിപ്പോൾ രാത്രി എല്ലാ ദിവസങ്ങളിലും മീൻ പിടിക്കാൻ വരും. ഇവിടെ എൻ്റെ ഈ വീടിൻ്റെ താഴത്ത് ചാലിൻ്റെ ഭാഗത്ത് അവിടെ മീൻ പാറ്റി വെക്കണതൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇന്നലെ പോയിട്ട് ഒരെണ്ണം കിട്ടിയുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെ നോക്കി അവിടെ ഒരു 2 തവളേനെ കൊത്തി വെട്ടിട്ടു. അത് കഴിഞ്ഞ് ഒറ്റലും കൊണ്ട് നടന്ന് മീൻ പിടിക്കാൻ വന്നതാണ്. അങ്ങനെ മീൻ പിടിക്കാൻ വന്നവനോ ഒരു സ്ഥലത്ത് മീൻ പാറ്റി വെക്കണോണ്ട് ഞാൻ ഒറ്റലോണ്ട് ഒറ്റി നമ്മൾ ഒറ്റലിൻ്റെ ഉള്ളിൽ തപ്പി പിടിക്കുന്ന സാധനത്തിൽ അങ്ങനെ ഒരെണ്ണത്തിന് കിട്ടി അതിനകത്ത്. അപ്പോൾ ഞാൻ താരാലി അടിക്കാൻ വേണ്ടി ഈ ടോർച്ച് കത്തി കിടക്കാം. ടോർച്ച് ഇങ്ങനെ മുകളിലേക്ക് കത്തി വെക്കണതിൻ്റെ പേരിൽ താരാലി അടിച്ചുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് മൊത്തം കാടാ. ഇത് നമ്മുടെ ഇവിടെ അഷ്റഫിൻ്റെ വീടിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ദേവമാത മൃഗാശുപത്രിയുടെ ബാക്ക് വശം മാർട്ടിൻ സമയം. അങ്ങനെ ഞാൻ അവിടെ ടോർച്ച് അടിച്ച വഴി നോക്കുമ്പോൾ ഈ സാധനം അവിടെ ഇരുന്ന് എന്തോ തിന്നുകൊണ്ടിരിക്കുകയാണ് മൃഗാശുപത്രിയുടെ ബാക്ക് വശം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, മീനും വേണ്ടതായിരുന്നു. ഞാൻ ആ സാധനം അവിടെ ഇട്ടിട്ട് ഒറ്റലും കൊണ്ട് ഫസ്റ്റ് ഓടി. ഞാൻ പാടത്ത് മീൻ പിടിക്കുന്നു. ഈ നിൽക്കുന്ന പറമ്പിന്റെ നേരെ താഴെ ഭാഗം, അതായത് ഈ ഇവിടുന്ന് എന്ത് വരുമ്പോ ഒക്കെ വീതി കുറവാണ്. അങ്ങനെ അതിന്റെ അവിടെ വെച്ചാണ് ഈ സാധനത്തിനെ കണ്ടു. എന്റെ ഒരു തിന്നോണ്ടിരിക്കുകയാണ് സാധനം. അത്യാവശ്യം ഒരു ആളെ ഓൾറെഡി ഇങ്ങനെ നീണ്ടിങ്ങനെ ഇരിക്കണേ. പിന്നെ അതിനുള്ള ധൃതി നമുക്കങ്ങനെ ഇതിന്റെ വലുപ്പും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റൂല്ലോ. അങ്ങനെ ഞാൻ അവിടെ കുറെ കിടന്ന് ഒളിച്ചു. ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഒറ്റ കിട്ടിട്ട് ഓടി ശ്രീരാജ് എന്ന് പറഞ്ഞ ആളുടെ വീടിന്റെ അവിടെ ചെന്ന് അവരുടെ അടുത്ത് ബെല്ലടിച്ച് അവിടെ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ച് അപ്പോഴേക്കും അവരോടൊക്കെ വിവരം പറഞ്ഞു. അങ്ങനെ ഇസ്മായിൽ ബാബു എന്ന് പറഞ്ഞ ആളാണ് ഈ സന്തോഷനെ വിളിച്ച് വിവരം പറഞ്ഞു, ഇങ്ങനെ പാട്ട് കിടന്ന് വിളിക്കണ്ടായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോഴേക്കും RRT എന്തായി അങ്ങനെ വന്ന് സ്ഥലങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നു.